നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. സ്വകാര്യ സ്ഥാപനം നാട്ടുകാരിൽ നിന്ന് ചിട്ടിത്തുക പിരിച്ച് കബളിപ്പിച്ചതായി ആരോപിച്ച് കുന്നിക്കോട് സ്വദേശികൾ പോലീസ് സ്റ്റേഷനിൽ തടിച്ചുകൂടി. പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപണം. അഞ്ചലും പരിസരത്തും മോഷണങ്ങൾ തുടരുന്നു. ഏറത്ത് കഴിഞ്ഞ രാത്രി വീടിന്റെ പൂട്ട് പൊളിച്ചു കയറിയ മോഷ്ടാവ് 1000 രൂപ അപഹരിച്ചു. ആയൂർ ജവഹർ HSSൽ ബുധനാഴ്ച രാത്രി നടന്നത് വൻ മോഷണം. ലൈവ് വാർത്ത ഇംപാക്ട്. തെന്മല സ്വദേശിനിയായ ദേവിയുടെയും കുടുംബത്തിന്റെയും ദുരവസ്ഥ ലൈവ് വാർത്ത പുറത്തുവിട്ടതിനെ തുടർന്ന് സഹായഹസ്തങ്ങൾ എത്തിത്തുടങ്ങി. ചിതറ തലവരമ്പിലെ അപ്പൂപ്പൻ പാറയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ പ്രതിഷേധം. വാർത്തകൾ വിശദമായി. നാട്ടുകാരിൽ നിന്നും ചിട്ടിത്തുക പിരിച്ച് കബളിപ്പിച്ചതായി ആരോപിച്ച് കുന്നിക്കോട് സ്വദേശികൾ പോലീസ് സ്റ്റേഷനിൽ തടിച്ചുകൂടി. പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപണം. കുന്നിക്കോട് പുളിമുക്കിൽ പ്രവർത്തിച്ചിരുന്ന സൗപർണിക ചിറ്റ്സ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് എന്ന സ്ഥാപനമാണ് കബളിപ്പിച്ചതെന്ന് ഇടപാടുകാർ ആരോപിച്ചു. 2 മാസത്തിന് മുൻപ് വരെ ചിട്ടി പിരിക്കുന്നതിനായി ദിവസവും ചിട്ടി കമ്പനി ജീവനക്കാർ എത്തുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആരും ചിട്ടി പിരിക്കാൻ വരുന്നില്ലെന്നാണ് പരാതി. ഈ ചിട്ടിഫണ്ട് പുതിയതായിട്ട് തുടങ്ങിയപ്പോൾ അവർ വന്ന ഫീൽഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പല പേരെയും കൊണ്ടുവന്ന് പിരിവ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് വരുന്ന ആളല്ല നാളെ വരുന്നത്, നാളെ വരുന്ന ആളല്ല ഇന്ന് വരുന്നത്. അങ്ങനെ നമ്മളെ വരുന്ന ഈ കസ്റ്റമറെ മൊത്തത്തിൽ ഇന്ന ആളുടെ ചിട്ടി പൈസയാണല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഞങ്ങളെ കളിപ്പിക്കാൻ നല്ല മിടുക്കനാണെന്നുള്ളത് ഇപ്പോഴാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബുക്ക് കൊണ്ടുപോയി സ്റ്റീലടിക്കാൻ കൊണ്ടുപോയ ബുക്ക് തിരിച്ചു തന്നില്ല. പിരിവിന് പിന്നെ വന്നില്ല. 25,000-ന്റെ 50 രൂപ വീതം ഡെയിലി അടച്ചുകൊണ്ടിരുന്നു. കൊടുക്കാൻ ഇല്ലാത്ത ദിവസം 2 ദിവസത്തത് 3 ദിവസത്തെ കൂടിയിരിക്കുമ്പം ഒരു ദിവസം കൊടുക്കും. 50,000 രൂപ മുതലുള്ള ചിട്ടികളിൽ പലരും വൻ തുകകൾ അടച്ചിരുന്നു. സാധാരണക്കാരും ചെറുകിട കച്ചവടക്കാരുമാണ് അധികവും ചിട്ടിയിൽ ചേർന്നിരുന്നത്. എന്നാൽ ചിട്ടി കമ്പനിക്കെതിരെ മുൻപും ഇടപാടുകാർ കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നതായും നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായില്ലെന്നും ആരോപണമുണ്ട്. 6 മാസത്തിന് മുന്നേ തുടങ്ങിയതാണ്. പക്ഷെ അതിനു മുമ്പിട്ട് ഇവിടുത്തെ ജനങ്ങളെ പറ്റിച്ച് നല്ലൊരു തുക കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഇവിടെ പരാതി കൊടുത്തിട്ട് തന്നെ അത് ഒരു 3 മാസത്തിന് മുമ്പ് ഇവിടെ പരാതി കൊടുത്തത്. പക്ഷെ അത് പരാതി അന്വേഷിച്ച് നടപടിയെടുക്കാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. ഈ പരാതി കൊടുത്തതിന് അതിനുള്ള റെസിപ്റ്റ് ആവശ്യപ്പെട്ടപ്പോൾ അതും തന്നിട്ടില്ല. കേസ് നേരത്തെ കൊടുത്തതാ. ചിട്ടി പൈസ പിരിക്കാൻ 2 പേരാ വന്നത്. അതിൽ ഇതിന്റെ ഒന്നാമത് വന്ന ആളിനെ പിന്നെ കണ്ടിട്ടില്ല. പിരിവുകാരും വരും, പൈസ വാങ്ങിക്കും, പോകും. അടച്ച പണം മടക്കി കിട്ടാനുള്ള നടപടി വേണമെന്ന് നാട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ സംഘടിച്ച് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വേനൽ മഴ എത്തിയതോടെ കടയ്ക്കൽ ഇടിമിന്നൽ ഭീതിയിലായി. വ്യാഴാഴ്ച വൈകിട്ട് മിന്നലേറ്റ് 14കാരൻ മരിച്ചു. 5 പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിയോടെയാണ് മിന്നൽ നാശം വിതച്ചത്. കടക്കൽ ഗോവിന്ദമംഗലം കുമ്പളം ചരുവിള വീട്ടിൽ അംബരീഷാണ് മരിച്ചത്. 5 പേർക്ക് പരിക്കേറ്റു. കടക്കൽ ഗവൺമെന്റ് HSലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു അംബരീഷ്. വീടിനോട് ചേർന്ന് സഹോദരങ്ങൾക്കൊപ്പം കളിക്കുകയായിരുന്നു അംബരീഷ്. മിന്നലിൽ പരിക്കേറ്റ അംബരീഷിനെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മിന്നലിൽ വീടിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഇവരുടെ വളർത്തുനായയും മിന്നലേറ്റ് ചത്തു. അച്ഛനും അമ്മയും ഉപേക്ഷിച്ച അംബരീഷും സഹോദരങ്ങളും അമ്മൂമ്മ വിലാസിനിക്കൊപ്പമാണ് താമസിച്ചിരുന്നത്. അംബരീഷിന്റെ അയൽവാസി ചരുവിള പുത്തൻ വീട്ടിൽ തുളസീധരൻ, ആറ്റുപുറം സ്വദേശി അനീഷ്, വെള്ളാർവട്ടം സ്വദേശി വിജി എന്നിവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാരാറ സ്വദേശി മിനി, ഉഷാകുമാരി എന്നിവർ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ന്യൂസ് ബ്യൂറോ, കടക്കൽ. അഞ്ചലും പരിസരത്തും മോഷണങ്ങൾ തുടരുന്നു. ഏറത്ത് കഴിഞ്ഞ രാത്രി വീടിന്റെ പൂട്ട് പൊളിച്ചു കയറിയ മോഷ്ടാവ് 1000 രൂപ അപഹരിച്ചു. ആയൂർ ജവഹർ HSSൽ ബുധനാഴ്ച രാത്രി വൻ മോഷണം നടന്നു. ഏറം കളിയിലിക്കട ജൂലി ഭവനിൽ ഉഷയുടെ വീട്ടിലാണ് വ്യാഴാഴ്ച രാത്രി മോഷണം നടന്നത്. 1000 രൂപയാണ് ഇവിടെ നിന്ന് മോഷ്ടിക്കപ്പെട്ടത്. മകളുടെ ജോലി ആവശ്യത്തിനായി ചെന്നൈയിലായിരുന്ന കുടുംബം വെള്ളിയാഴ്ച രാവിലെ വീട്ടിൽ മടങ്ങിയെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. ഞാനില്ലാഞ്ഞ സമയത്ത് ഇവിടെ കയറിയത്. കൊച്ചിനെ കൊണ്ട് മദ്രാസിൽ പോയേക്കുമായിരുന്നു ജോലിയുടെ ആവശ്യത്തിനായിട്ട്. അന്നേരം അങ്ങനെ വന്ന് കയറിയത് ഫ്രണ്ട് കൂട്ട് പൊളിച്ച് അകത്ത് കടന്നു. ഇതെല്ലാം വാരി വലിച്ചൊക്കെ ഇട്ട് നോക്കി കുറച്ച് പൈസയൊക്കെ പോയി. വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ പൂട്ട് പൊളിച്ചാണ് മോഷ്ടാവ് അകത്തു കയറിയത്. ടിവിയും ലാപ്ടോപ്പും ഒക്കെ വീട്ടിലുണ്ടായിരുന്നെങ്കിലും മോഷ്ടാവ് 1000 രൂപ മാത്രമാണ് അപഹരിച്ചത്. അലമാരയിൽ നിന്ന് വസ്ത്രങ്ങളെല്ലാം വലിച്ചുവാരിയിട്ട നിലയിലാണ്. ഏറത്തും പരിസര പ്രദേശങ്ങളിലും 2 ആഴ്ച മുമ്പും മോഷണ ശ്രമങ്ങൾ നടന്നിരുന്നു. ആയൂർ ഗവൺമെന്റ് ജവഹർ HSSൽ കഴിഞ്ഞ ദിവസം നടന്ന മോഷണത്തിൽ 4 കമ്പ്യൂട്ടർ മോണിറ്ററുകൾ, 4 കമ്പ്യൂട്ടറുകൾ, 3 UPS LED TV തുടങ്ങിയവ നഷ്ടപ്പെട്ടിരുന്നു. പോലീസ് അന്വേഷണം വ്യാപകമാക്കി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഓട്ടോറിക്ഷയിൽ
അനധികൃതമായി കടത്താൻ ശ്രമിച്ച 80 ലിറ്റർ ഡീസൽ കുളത്തൂപ്പുഴ പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ആര്യങ്കാവ് ഇടപ്പാളയം സ്വദേശികളായ 2 പേരെ അറസ്റ്റ് ചെയ്തു. കുളത്തൂപ്പുഴയിൽ നിന്നും തെന്മലയിലേക്ക് ഓട്ടോറിക്ഷയിൽ കന്നാസുകളിലാക്കി കടത്താൻ ശ്രമിച്ച 80 ലിറ്റർ ഡീസലാണ് കുളത്തൂപ്പുഴ പോലീസ് പിടികൂടിയത്. നെടുവന്നൂർ കടവിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് SI സുധീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം ഡീസൽ പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ആര്യങ്കാവ് ഇടപ്പാളയം സ്വദേശികളായ ബാലകൃഷ്ണൻ, ജോസഫ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ആര്യങ്കാവ് വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിൽ വൻ വരുമാന വർധനവ്. മുൻവർഷത്തേക്കാൾ 40% വർധനവാണ് രേഖപ്പെടുത്തിയത്. 2012-2013 സാമ്പത്തിക വർഷത്തിൽ 106 ലക്ഷം രൂപയായിരുന്നു ചെക്ക് പോസ്റ്റിലെ വരുമാനം. എന്നാൽ ഈ സാമ്പത്തിക വർഷത്തിൽ 40 ലക്ഷം വർദ്ധിച്ച് 146 ലക്ഷമായി ഉയർന്നു. നികുതി വർധനവിനെ തുടർന്ന് ചെക്ക് പോസ്റ്റിലെ വാണിജ്യ നികുതി ജീവനക്കാരെ വാണിജ്യ നികുതി ഡെപ്യൂട്ടി കമ്മീഷണർ അനുമോദിച്ചു. സംസ്ഥാനത്തെ മറ്റൊരു ചെക്ക് പോസ്റ്റിലും കഴിഞ്ഞ സാമ്പത്തിക വർഷം വരുമാന വർധനവ് ഉണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് ആര്യങ്കാവിലെ വരുമാന വർധനവെന്നതും ശ്രദ്ധേയമാണ്. ചെക്ക് പോസ്റ്റിലെ പരിശോധന കർശനമാക്കിയതും സ്ഥലം മാറ്റിയ വനിതാ ജീവനക്കാരെ തിരികെ എത്തിച്ചതും നേട്ടത്തിന് കാരണമായെന്ന് ചെക്ക് പോസ്റ്റ് വൃത്തങ്ങൾ അറിയിച്ചു. വരുമാന നഷ്ടത്തെ തുടർന്നാണ് ആദ്യം ജീവനക്കാരെ സ്ഥലം മാറ്റിയത്. എന്നാൽ ജീവനക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സൌകര്യങ്ങൾ പോലും ഇപ്പോൾ ചെക്ക് പോസ്റ്റിൽ ഏർപ്പെടുത്തിയിട്ടില്ല. ഇതുകൂടാതെ ആര്യങ്കാവ് മേൽപ്പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നതിനാൽ ചെക്ക് പോസ്റ്റ് ഇവിടെ നിന്ന് മാറ്റണമെന്ന് റെയിൽവേ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനായി റെയിൽവേ വാണിജ്യ നികുതി വകുപ്പിനും കത്ത് നൽകി കഴിഞ്ഞു. റെയിൽവേയുടെ കത്ത് ലഭിച്ച സാഹചര്യത്തിൽ ചെക്ക് പോസ്റ്റിന് 1.5 കിലോമീറ്റർ അകലെ മോട്ടോർ വെഹിക്കിൾ ചെക്ക് പോസ്റ്റിന് സമീപത്തേക്ക് പരിശോധനാ സംവിധാനം മാറ്റാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. ഇതിനായി ഉടൻ തന്നെ ജോയിന്റ് കമ്മീഷണർ ആര്യങ്കാവിൽ സന്ദർശനം നടത്തുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, തെന്മല. ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള കോട്ടുകൽ കൃഷിഫാമിൽ തേങ്ങാലേലത്തിൽ അഴിമതിയെന്ന് ആരോപണം. കുറഞ്ഞ ലേലത്തുക സ്ഥിരപ്പെടുത്തി ഫാം സൂപ്രണ്ട് ഇഷ്ടക്കാരനു വേണ്ടി ഒത്തുകളിച്ചെന്നാണ് ആരോപണം. തേങ്ങാലേലത്തിൽ പങ്കെടുത്തിരുന്ന അഞ്ചൽ സ്വദേശി ഷാജിദീൻ കുട്ടിയാണ് സൂപ്രണ്ട് അഴിമതിക്ക് കൂട്ടുനിന്നുവെന്നാരോപിച്ച് രംഗത്ത് വന്നത്. 3500 മൂട് തെങ്ങിലെ തേങ്ങയാണ് ലേലം ചെയ്തത്. ലേലം 4,10,000 രൂപയിൽ സ്ഥിരപ്പെടുത്തി. അതേസമയം 5,10,000 ക്വട്ടേഷൻ ഉണ്ടായിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയിട്ടും സൂപ്രണ്ടിന്റെ താൽപര്യക്കാർക്ക് ലേലം കുറഞ്ഞ തുകയ്ക്ക് ഉറപ്പിച്ചു നൽകുകയായിരുന്നു ാണ് ആരോപണം. ഞങ്ങൾ 7 പേര് കൊട്ടേഷനിൽ പങ്കെടുത്തു, 7 പേര് ലേലത്തിലും പങ്കെടുത്തു. ലേലം 4,10,000 രൂപയിൽ നിർത്തുകയും കൊട്ടേഷൻ പൊട്ടിച്ചപ്പോൾ 5,10,000 രൂപയ്ക്ക് സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. അത് സ്ഥിരപ്പെടുത്തിയ 5,10,000 രൂപയുടെ കൊട്ടേഷൻ ഉണ്ടായിരുന്നു. പറങ്ങേണ്ടി ലേലം ചെയ്ത് പിടിച്ചിരുന്ന വാപ്പായും മോനും കൂടെയാണ് ഇതിന് സൂപ്രണ്ടുമായിട്ട് ഒത്തുകളിച്ചത്. ഇവർ കൊടുത്ത കൊട്ടേഷനകത്ത് എഗ്രിമെന്റ് ഇല്ല. എഗ്രിമെന്റ് എന്ന് പറയുന്ന ഒരു സംഗതിയില്ല. ഒരു ഒപ്പില്ലെങ്കിൽ കൂടെ റിജക്ട് ചെയ്യുമെന്ന് പറഞ്ഞ ആള് എഗ്രിമെന്റ് ഇല്ലാത്ത കൊട്ടേഷൻ സ്വീകരിക്കുകയും രഹസ്യമായിട്ട് അവർക്ക് സ്ഥിരപ്പെടുത്തുകയും ഈ എഗ്രിമെന്റിനെ പറ്റി ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ ഒഴിവൊഴികൾ പറയുകയും ഫാമിലേക്ക് 5 രൂപ കൂടുതൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആർക്കും എന്ത് ചെയ്യും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ കൊട്ടേഷൻ പൊട്ടിച്ചതിന് ശേഷം ഈ കൊട്ടേഷനകത്തുള്ളതിനെക്കാളും തുക ഞാൻ തരാം, എനിക്ക് കൊട്ടേഷൻ തരാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കും തരാമത്തില്ല, ഇത് ഞങ്ങൾക്ക് നേരത്തെ ബന്ധമുള്ളവർക്ക് കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു. വിഷയം ചൂണ്ടിക്കാട്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് പരാതി നൽകിയിട്ടുണ്ട്. ഈ തേങ്ങാലേലം വൻ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. ഇതിനെപ്പറ്റി ഒരു നല്ല അന്വേഷണം ഉണ്ടാകണമെന്ന്. അതേസമയം കൃഷിഫാം സൂപ്രണ്ട് ചന്ദ്രശേഖരൻ ഈ ആരോപണത്തോട് പ്രതികരിച്ചില്ല. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ശക്തമായ വേനൽ മഴയിൽ പത്തനാപുരത്ത് വീട് തകർന്നു. കടക്കാമൺ കോളനിയിലെ നിർധന കുടുംബത്തിന്റെ വീടാണ് മഴയിൽ നിലം പതിച്ചത്. സംഭവ സമയം വീട്ടിൽ ആളില്ലാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി. പത്തനാപുരം കടക്കാമൺ കോളനിയിൽ പ്ലോട്ട് നമ്പർ 20 മധുസൂദൻ പിള്ളയുടെ വീടാണ് ശക്തമായ മഴയിൽ തകർന്നു വീണത്. മധുസൂദനൻ പിള്ളയും രോഗിയായ ഭാര്യ സുഭദ്രയുമാണ് ഇവിടെ താമസിക്കുന്നത്. സംഭവ സമയം വീട്ടിൽ ആളില്ലാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി. മധുസൂദനൻ പിള്ള വീട്ടിൽ നിന്നും ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ വലിയ ശബ്ദത്തോടെ വീടിന്റെ മേൽക്കൂരയും ഭിത്തികളും നിലം പതിക്കുകയായിരുന്നു. ഭാര്യ സുഭദ്ര മരുന്ന് വാങ്ങുന്നതിനായി പുറത്തുപോയിരുന്ന സമയത്തായിരുന്നു അപകടം. അവധിക്കാലം ആഘോഷിക്കുന്നതിനായി എത്തിയ മധുസൂദനൻ പിള്ളയുടെ മകളുടെ ചെറിയ കുട്ടികളടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. കാലപ്പഴക്കം ചെന്ന വീടിന് പകരം പുതിയ വീടിനായി പഞ്ചായത്തിൽ അപേക്ഷ നൽകിയെങ്കിലും ഇവർക്ക് വീട് അനുവദിച്ചിട്ടില്ല. ഇഷ്ടക്കാർക്ക് വീണ്ടും വീട് ലഭ്യമാക്കുമ്പോൾ അർഹരായവർക്ക് വീടോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭ്യമാകുന്നില്ലെന്ന പരാതിയും വ്യാപകമായുണ്ട്. സമ്പൂർണ്ണ വൈദ്യുതീകരണം കൊട്ടിഘോഷിക്കുമ്പോഴും ഈ വീട്ടിൽ വൈദ്യുതി എത്തിയിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. വീട് തകർന്ന് നിലം പതിച്ചതോടെ വീട്ടിലുണ്ടായിരുന്ന ഉപകരണങ്ങളും നശിച്ചിട്ടുണ്ട്. കൂലിപ്പണി നടത്തി ഉപജീവനം നടത്തിയിരുന്ന മധുസൂദനൻ പിള്ളയും ഭാര്യയും രോഗികളായതോടെ ജീവിതം വഴിമുട്ടിയ നിലയിലായിരുന്നു. രാവിലെ ഞാൻ എഴുന്നേറ്റ് ഇവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങുന്നു, കഥ അടയ്ക്കുന്നു, അന്നേരം ഒരു വീഡിയോ. രാത്രിയിലെ ഇതിന് വെളിച്ചിലും ഒത്തിരി സൗണ്ടും ഉണ്ടായിരുന്നു. ഞാൻ രാത്രി ഇവിടെ തന്നെ കിടന്നത്.
ഞാനും ഭാര്യ ഉണ്ടായിരുന്നു. ഭാര്യ ഇറങ്ങി കുഞ്ഞുകുട്ടി പോയി, ഞാനും ഇറങ്ങി സമയത്ത് അത് വീഴുന്നു. എന്നിട്ട് കടുക്കോല് വന്ന് തന്നെ ഇരിക്കൽ കൂടി രക്ഷപ്പെട്ടതാണ്. ജോലി ചെയ്ത് ജീവിക്കാൻ വലിയ ആയിരുന്നില്ല. ഭാര്യയ്ക്ക് ജോലി ചെയ്യാൻ വയ്യ, കാര്യം കഴിയാനും വയ്യ, അതാണ് ഭയങ്കര ക്ഷീണവും മറ്റു കടുപ്പവും. എനിക്കും ഇതുപോലെ വലിയ ഈ കയറി കയറും വലിപ്പും അണപ്പുമാണ്. അതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. പഞ്ചായത്തുകാർക്ക് 2-3 പ്രാവശ്യം എഴുതി കൊടുത്ത് കിട്ടിയില്ല. ഈ അവസ്ഥയിലാണ് തലചായ്ക്കാൻ ആകെയുണ്ടായിരുന്ന വീട് തകർന്നു വീണത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കളഞ്ഞു കിട്ടിയ പണം പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച് വിദ്യാർത്ഥികൾ മാതൃകയായി. പുനലൂർ പോലീസിന് കൈമാറിയ പണം കൈപ്പറ്റാൻ ഉടമസ്ഥരാരും എത്തിയിട്ടില്ല. കൊല്ലത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പഠനം കഴിഞ്ഞ് തീവണ്ടിയിൽ മടങ്ങിയ വിദ്യാർത്ഥികൾക്കാണ് വീട്ടിലേക്കുള്ള യാത്രാമധ്യേ പുനലൂർ ഡിവൈഎസ്പി ഓഫീസിന് സമീപത്ത് നിന്നും വ്യാഴാഴ്ച രാത്രി 6:30 പണം കളഞ്ഞു കിട്ടിയത്. മുരുകൻകോവിൽ കടുവാക്കുഴി കൊല്ലൂർ പടിഞ്ഞാറ്റതിൽ അരുൺ, പകടിയിൽ ലതാഭവനിൽ ശ്രീവിശാഖ് എന്നിവർക്കാണ് പണം ലഭിച്ചത്. വിദ്യാർത്ഥികൾ ഉടൻ തന്നെ പണം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് കൈമാറി. എന്നാൽ നഷ്ടപ്പെട്ട പണം കൈപ്പറ്റാൻ വെള്ളിയാഴ്ച രാത്രി വൈകിയും ഉടമസ്ഥരാരും എത്തിയിട്ടില്ലെന്ന് പുനലൂർ പോലീസ് അറിയിച്ചു. ഉടമസ്ഥർ തുക വ്യക്തമാക്കി തെളിവുമായി എത്തിയാൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും പണം കൈപ്പറ്റാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. ലൈവ് വാർത്ത ഇംപാക്ട്. തെന്മല സ്വദേശിനിയായ ദേവിയുടെയും കുടുംബത്തിന്റെയും ദുരവസ്ഥ ലൈവ് വാർത്ത പുറത്തുവിട്ടതിനെ തുടർന്ന് സഹായഹസ്തങ്ങൾ എത്തിത്തുടങ്ങി. എംഎൽഎ അഡ്വക്കേറ്റ് കെ രാജുവും ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സഞ്ജയ് ഖാനും ദേവിയും കുടുംബത്തെയും സന്ദർശിച്ച് സഹായം വാഗ്ദാനം ചെയ്തു. പുനലൂർ എംഎൽഎ അഡ്വക്കേറ്റ് കെ രാജു വെള്ളിയാഴ്ച രാവിലെയാണ് ദേവിയുടെ കുടുംബത്തെ നേരിൽ കണ്ട് സഹായം വാഗ്ദാനം ചെയ്തത്. ഉച്ചയോടെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എസ് സഞ്ജയ് ഖാനും ഇവരെ സന്ദർശിച്ചു. ഏറെ നേരം ദേവിയുടെ അമ്മയുമായി സംസാരിച്ച സഞ്ജയ് ഖാൻ ആദ്യഘട്ട സഹായമെന്ന നിലയിൽ ദേവിയുടെ അമ്മ ചെമ്പകവല്ലിയുടെ കാലിന് വിദഗ്ധ ചികിത്സ ലഭിക്കുന്നതിന് സഹായം ഏർപ്പെടുത്തി. ഈ ആഴ്ച തന്നെ ചെമ്പകവല്ലിക്ക് സൌജന്യമായി MRI സ്കാൻ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ദേവിയുടെ കുടുംബം ഉറുകുന്ന് സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള വായ്പയിന്മേലുള്ള ജപ്തി നടപടി ഒഴിവാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചതായി എസ് സഞ്ജയ് ഖാൻ പറഞ്ഞു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒന്നും ഇല്ലാത്ത ഫാമിലിയാണ്. കുട്ടി വളരെ മിടുക്കിയായി ഡിഗ്രി വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്തു പോകുന്നു. അവർക്ക് സഹായത്തിനായി ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാം, ഈ അമ്മയുടെ ചികിത്സയ്ക്ക് ഉള്ള സഹായവും അതുപോലെ അതിൻ്റെ അച്ഛന് ചികിത്സയ്ക്കുള്ള സഹായവും കൂടാതെ ഈ കുട്ടിയുടെ പഠനത്തിന് ആവശ്യമായ സഹായങ്ങളും ചെയ്യുന്നതിന് ഞാൻ പരമാവധി പരിശ്രമിക്കും. അതോടൊപ്പം തന്നെ ഇവർക്ക് വീട് വയ്ക്കുന്നതിന് വേണ്ടി 50,000 രൂപ ഉറുകുന്ന് സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് എടുത്തതിപ്പോൾ നോട്ടീസ് വന്നു. ഇത് ജപ്തി നടപടിയിലേക്ക് പോകുന്ന സ്ഥിതിയാണ് ഉള്ളത്. അത് ഗവൺമെന്റിൽ നിന്ന് സ്റ്റേ മേടിച്ചു കൊടുത്തുകൊണ്ട് അത് പരിഹരിക്കുന്നതിനും തുടർന്ന് ഈ അമ്മയുടെ കാല് വയ്യാതിരിക്കുന്ന അമ്മയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ പരമാവധി സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ പരമാവധി ശ്രമിക്കും. അപകടത്തിൽ കാൽ നഷ്ടപ്പെട്ട അച്ഛനും കാലിന് സ്വാധീനമില്ലാതായ അമ്മയുമായി കഷ്ടപ്പെടുന്ന ദേവിയുടെ കുടുംബത്തിന്റെ അവസ്ഥയറിഞ്ഞ് പലരും വീട് സന്ദർശിക്കുകയും ചെറിയ സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കാൽ ശരിയായാൽ കൂലിപ്പണിയെടുത്തും കുടുംബം പോറ്റും എന്നാണ് ഗൃഹനാഥയുടെ പ്രതീക്ഷ. ഇന്ന് പിന്നെ MLA വന്ന് പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞ് പിന്നെ ഇപ്പം ബ്ലോക്കിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിൽ നിന്നുള്ള സാറ് വന്നിട്ടുണ്ട്. സാറും കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എല്ലാവരും എൻ്റെ സഹായം ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ കാലിൻ്റെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ എൻ്റെ കൊച്ചിൻ്റെ പഠിത്തം ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും വയ്യാത്തവരാണ്. ന്യൂസ് ബ്യൂറോ, തെന്മല. ചിതറ തലവരമ്പിലെ അപ്പൂപ്പൻപാറയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധ പ്രകടനം നടത്തി. അപ്പൂപ്പൻപാറ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പ്രകടനം. ക്വാറി പ്രവർത്തിക്കുന്നത് അനധികൃതമാണെന്ന് ചൂണ്ടിക്കാട്ടി സംരക്ഷണ സമിതി പ്രക്ഷോഭങ്ങളും ജനകീയ കൂട്ടായ്മയും സംഘടിപ്പിച്ചിരുന്നു. മെയ് 16 ശേഷം ക്വാറിയുടെ പ്രവർത്തനം നിർത്തലാക്കാനുള്ള നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസ് ഉപരോധമടക്കമുള്ള പ്രതിഷേധങ്ങൾക്ക് സംരക്ഷണ സമിതി നേതൃത്വം നൽകുമെന്ന് പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി. ഞങ്ങൾ ഈ ഉദ്യോഗസ്ഥരോടും രാഷ്ട്രീയക്കാരോടും നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട് പല ആവശ്യങ്ങൾ നടത്തുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ മാസം 29-ാം തീയതി ബൗണ്ടർമുക്കിൽ നടന്ന കുടുംബ കൂട്ടായ്മ. ആ കുടുംബ കൂട്ടായ്മയിൽ വെച്ച് ഞങ്ങളോട് ഇവിടുത്തെ രാഷ്ട്രീയ പ്രതിനിധികളും ജനപ്രതിനിധികളും ഞങ്ങളോട് ഉറപ്പ് നൽകിയിട്ടുണ്ട്. യാതൊരു കാരണവശാലും അപ്പൂപ്പൻപാറയെ തകർക്കാൻ സമ്മതിക്കില്ല എന്ന്. ആ ഉറപ്പ് ഞങ്ങൾ വിലക്കെടുത്തുകൊണ്ട്, അതിനെ മുഖവിലക്കെടുത്തതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 16-ാം തീയതി വരെ നമ്മൾ ആരും ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല. പക്ഷേ 16-ാം തീയതി കഴിഞ്ഞിട്ട് ഈ ഗ്രാമസഭ വിളിച്ചു ചേർത്ത് ഞങ്ങൾക്ക് ആവശ്യമായ തരത്തിൽ ഇതിനുമായി ബന്ധപ്പെട്ട നടപടികൾ ചെയ്തില്ലെങ്കിൽ ഈ കണ്ടുകൂടിയിരിക്കുന്ന ചെറുപ്പക്കാർ 18-നും 50-നും ഇടയ്ക്കുള്ള 18-നും 45-നും ഇടയ്ക്കുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഞങ്ങൾ വിചാരിച്ചാൽ ഇതുപോലെ 10 ഇരട്ടി ആളുകളെ സംഘടിപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയും. അതുകൊണ്ട് ഞങ്ങളെ അതിന് മുതിരിക്കാതെ നിങ്ങൾ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന ക്വാറികളിലും മറ്റുമുള്ള ലൈസൻസുകൾ പരിശോധിച്ച് അത് അധികൃതമാണെങ്കിൽ മാത്രം നടത്താൻ അനുവാദം നൽകുകയും
അല്ലാത്ത പക്ഷം അതിനെ പ്രതിരോധിക്കുകയും ചെയ്യണം. സ്ഥലവാസികളായ നിരവധി പേർ പ്രകടനത്തിൽ പങ്കെടുത്തു. രാജീവ് കിഴക്കുംഭാഗം, ശശാങ്കൻ, സുധീർ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. കേരളം അടങ്ങുന്ന സദേൺ ഗ്രിഡിലെ വൈദ്യുതി വിതരണം നാഷണൽ ഗ്രിഡിലേക്ക് മാറ്റി. വൈദ്യുതി വിതരണം ദേശീയ തലത്തിൽ ഏകീകരിച്ചതുമായി ബന്ധപ്പെടുന്ന സാങ്കേതിക പ്രശ്നമാണ് കിഴക്കൻ മേഖലയിൽ ഇടയ്ക്കിടെ വൈദ്യുതി വിതരണം തടസ്സപ്പെടാൻ കാരണമെന്ന് അധികൃതർ അറിയിച്ചു. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ തെക്കൻ സംസ്ഥാനങ്ങൾ അടങ്ങുന്ന സൌത്തേൺ ഗ്രിഡിലെ വൈദ്യുതി വിതരണമാണ് ദേശീയ ഗ്രിഡിലേക്ക് മാറ്റി വൈദ്യുതി വിതരണം ഏകീകരിച്ചത്. ഇതിനെ തുടർന്നാണ് കിഴക്കൻ മേഖലയിലെ വൈദ്യുതി വിതരണം ഇടയ്ക്കിടെ തടസ്സപ്പെട്ടത്. നാഷണൽ ഗ്രിഡിലെ 765 kV ലൈനുമായി വൈദ്യുതി വിതരണം ബന്ധപ്പെടുത്തിയതിനെ തുടർന്ന് 110 kVയുടെ ഉപലൈനുകളിലെ കണക്ഷനുകൾ സ്വയം പ്രവർത്തിച്ച് ഓഫാകും. ഇതാണ് ഇടയ്ക്കിടെ വൈദ്യുതി തടസ്സം നേരിടാൻ കാരണമാക്കിയതെന്ന് വൈദ്യുതി വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. വൈദ്യുതി വിതരണം സാധാരണ നിലയിലാവാൻ ദിവസങ്ങൾ വേണ്ടിവരുമെന്നും ഉപഭോക്താക്കൾ സഹകരിക്കണമെന്നും KSEB അറിയിച്ചു. പുനലൂർ ഇലക്ട്രിക്കൽ സെക്ഷന്റെ പരിധിയിൽ വരുന്ന 11 kV ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ശനിയാഴ്ച പുനലൂർ സെക്ഷൻ പരിധിയിലെ വിവിധ മേഖലകളിൽ പകൽ വൈദ്യുതി മുടങ്ങും. ഐക്കരക്കോണം, താഴേക്കടവാതുക്കൽ, കക്കോട്, ചെങ്കുളം, മൈലക്കൽ, വട്ടപ്പട, പാപ്പന്നൂർ, താമരപ്പള്ളി, ക്ഷേത്രഗിരി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വൈദ്യുതി മുടക്കം. ന്യൂസ് ഡെസ്ക്, ലൈവ് വാർത്ത. കല്ലടയാറ്റിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ശക്തമായ ഒഴുക്കിൽപ്പെട്ട് മൃതദേഹം നീങ്ങിയതിനാൽ കരയ്ക്ക് അടുപ്പിക്കാനോ തിരിച്ചറിയാനോ സാധിച്ചിട്ടില്ല. പത്തനാപുരം പിടവൂർ ഭാഗത്ത് കല്ലടയാറ്റിൽ ഒഴുകിപ്പോകുന്ന നിലയിലാണ് മൃതദേഹം കണ്ടത്. ആറ്റിൽ കുളിക്കാനെത്തിയ സ്ത്രീകളാണ് മൃതദേഹം കണ്ട് മറ്റുള്ളവരെ അറിയിച്ചത്. പുരുഷന്റേതെന്നോ സ്ത്രീയുടേതെന്നോ തിരിച്ചറിയാനാവാത്ത നിലയിൽ ജീർണിച്ച നിലയിലാണ് മൃതദേഹം. ശക്തമായ മഴയെ തുടർന്ന് ആറ്റിലെ ജലനിരപ്പ് ഉയർന്നതോടെ മൃതദേഹം എങ്ങും തങ്ങി നിൽക്കാതെ ഒഴുകുകയാണ്. ആറ്റിൽ മൃതദേഹം കണ്ടതിനെ തുടർന്ന് ചിലർ പോലീസിൽ വിവരം നൽകിയെങ്കിലും എത്തിയില്ലെന്ന് ആക്ഷേപമുണ്ട്. പോലീസ് എത്തിയപ്പോഴേക്ക് മൃതദേഹം ഒഴുകിപ്പോയതായും പറയുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കൃഷിയിടത്തിലെ വെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമില്ലാത്തത് കർഷകനെ ദുരിതത്തിലാക്കുന്നു. അഞ്ചൽ പനച്ചവിളയിലെ വയലിലാണ് വിളനാശമുണ്ടാക്കുന്ന തരത്തിൽ വെള്ളം കിട്ടുന്നത്. അഞ്ചൽ പനച്ചവിള പടിഞ്ഞാറ്റിൻകരയിൽ ജെറിൻ കോട്ടേജിൽ കർഷകനായ ജെയിംസ് പാട്ടത്തിനെടുത്ത വാഴകൃഷിയിടത്തിലാണ് വെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമില്ലാത്തത്. കഴിഞ്ഞ വേനൽക്കാലത്താണ് ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് വയലിനോട് ചേർന്ന് റോഡ് നിർമ്മിച്ചത്. റോഡിൽ കലുങ്ക് നിർമ്മിക്കാത്തത് കാരണം വെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമില്ല. റോഡ് വശത്ത് സ്വകാര്യ വ്യക്തി മതിൽ കെട്ടിയതോടെ വെള്ളം പുറത്തേക്ക് ഒഴുകിപ്പോകാനുള്ള സംവിധാനവും അടഞ്ഞു. മഴയെത്തിയതോടെ കൃഷിയിടത്തിൽ മുഴുവൻ വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഈ അവസ്ഥ തുടർന്നാൽ തന്റെ വിളകളും കൃഷിയിടവും പൂർണ്ണമായും നശിക്കുന്ന അവസ്ഥയാണെന്ന് കർഷകൻ പറയുന്നു. അടിയന്തരമായിട്ട് വേണ്ടത് കലങ്ങാണ്. ഈ കലങ്ങില്ലാത്തതുകൊണ്ടാണ് ഈ കൃഷി, ഈ വെള്ളം എല്ലാം ഇങ്ങനെ ഇവിടെ കെട്ടിക്കിടക്കുന്നത്. ഇപ്പോൾ 2-3 മഴ അടുപ്പിച്ച് ഇങ്ങനെ നിന്ന് പെയ്യുകയാണെങ്കിൽ ഈ കൃഷി കംപ്ലീറ്റ് നശിക്കും. വെള്ളം ഇറങ്ങിപ്പോൾ ഒരു വഴിയില്ല. 2 ദിവസം വെള്ളം ഈ പണയിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഈ വാഴ കംപ്ലീറ്റ് നശിച്ചു പോകത്തേ ഉള്ളൂ. ചുവട്ടിൽ വെള്ളം വീണ് പിന്നെ വേരെല്ലാം അഴിയിട്ട് മൊത്തം പഴുത്തങ്ങ് പോകും. പിന്നെ ഈ കാശ് മുടക്കിയത്, ഈ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആവും. അടിയന്തരമായിട്ട് വേണ്ടതാണ് ഈ ഇവിടെ കലങ്ങ്. ഇവിടെ അങ്ങേ അറ്റത്ത് ഒരു കലങ്ങ്, 2 കലങ്ങ് വെച്ച് കഴിഞ്ഞാൽ വരുന്ന വെള്ളം ഇറങ്ങിപ്പോൾ ഈ കരയിലുള്ള കംപ്ലീറ്റ് വെള്ളവും ഈ വയലിൽ അടിവയലിൽ വന്നത്. ഇനി പോകാനുള്ള സംവിധാനം ഇല്ലാത്ത മെയിൻ കാരണം ഇവിടെ ഇങ്ങനെ ഒരു അടവും വന്ന് ഇവിടെ വേറെ ഒരു വാക്കുമില്ല. പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് റോഡിന് കലുങ്ക് നിർമ്മിച്ച് പ്രശ്നം പരിഹരിക്കണമെന്ന് കർഷകൻ ആവശ്യമുന്നയിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ചിതറ ഗ്രാമപഞ്ചായത്തിലെ CDSന്റെ നേതൃത്വത്തിൽ ബാലസഭകൾ സംഘടിപ്പിച്ചു. മാതൃകാ പാർലമെന്റിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ചിതറ കമ്മ്യൂണിറ്റി ഹാളിലാണ് 2 നാൾ നീണ്ട പരിപാടികൾ സംഘടിപ്പിച്ചത്. സാമൂഹിക രാഷ്ട്രീയപരമായ കാര്യങ്ങളിലും പൊതുപ്രവർത്തനങ്ങളിലും കുട്ടികളെ ബോധവാന്മാരാക്കുന്നതിനാണ് പദ്ധതി നടപ്പാക്കുന്നത്. ചിതറ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ S. സിനി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മളെ ഇന്റർനെറ്റും മൊബൈലും നമ്മുടെ TV ചാനലുകളും ഒക്കെ നമ്മൾ നേരം വെളുത്ത എൻ്റെ വീട്ടിലായാലും ശരി തന്നെ രാവിലെ ഉറക്കമണിയിട്ട് ചായ കുടിക്കുന്നത് TVയുടെ മുമ്പേ ഇരുന്നാണ്. അപ്പോൾ അത്തരം ഒരു IT യുഗത്തിലേക്ക് തിരിയുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ വഴിതെറ്റാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. അത് നമ്മളെ കുറ്റമല്ല, നമ്മുടെ സമൂഹം നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ചില മാധ്യമങ്ങളും മീഡിയകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കുകയും നല്ലതും ശരിയും തിരിച്ചറിഞ്ഞുകൊണ്ട് തെറ്റിനെ മാത്രം മാറ്റി നിർത്തി നല്ല കാര്യങ്ങൾ, മുതിർന്ന ആളുകൾ പറയുന്ന നല്ല വശങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ ആക്രമിക്കാൻ വരുന്ന തെറ്റായ മനുഷ്യരെ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുണ്ടാകുന്ന ചില തെറ്റായ സമീപനങ്ങളെ തിരിച്ചറിയുന്നതിനും നിങ്ങൾക്ക് കഴിയത്തക്ക രീതിയിൽ നിങ്ങളുടെ വ്യക്തിത്വ വികസനം ഉണ്ടാകുന്ന രീതിയിലും. CDS ചെയർപേഴ്സൺ ഉഷ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. CDS വൈസ് ചെയർപേഴ്സൺ മിനിമോൾ സ്വാഗതം പറഞ്ഞു. ബാലസഭ റിസോഴ്സ് പേഴ്സൺ മടത്തർ ശശി, ജില്ലാ മിഷൻ പ്രവർത്തകരായ അശ്വതി, വിഷ്ണു എന്നിവർ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. CDS അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗം മടത്തർ അനിൽ, MS ശ്യാമളകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വകാര്യ സ്ഥാപനം നാട്ടുകാരിൽ നിന്ന് ചിട്ടിത്തുക പിരിച്ച് കബളിപ്പിച്ചതായി ആരോപിച്ച് കുന്നിക്കോട് സ്വദേശികൾ പോലീസ് സ്റ്റേഷനിൽ തടിച്ചുകൂടി. പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപണം.
അഞ്ചലും പരിസരത്തും മോഷണങ്ങൾ തുടരുന്നു. ഏറത്ത് കഴിഞ്ഞ രാത്രി വീടിന്റെ പൂട്ട് പൊളിച്ചു കയറിയ മോഷ്ടാവ് 1000 രൂപ അപഹരിച്ചു. ആയൂർ ജവഹർ HSSൽ ബുധനാഴ്ച രാത്രി നടന്നത് വൻ മോഷണം. ലൈവ് വാർത്ത ഇമ്പാക്ട്. തെന്മല സ്വദേശിനിയായ ദേവിയുടെയും കുടുംബത്തിന്റെയും ദുരവസ്ഥ ലൈവ് വാർത്ത പുറത്തുവിട്ടതിനെ തുടർന്ന് സഹായഹസ്തങ്ങൾ എത്തിത്തുടങ്ങി. ചിതറ തലവരമ്പിലെ അപ്പൂപ്പൻ പാറയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ പ്രതിഷേധം. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.